ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജീവിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന നല്ലത്. അയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ കിട്ടിയ റിപ്പോർട്ട് വളരെ മോശ. രാജീവിന് വേറൊരു ഭാര്യ ഉണ്ടെന്നാ കേട്ടെ. അമ്മേ, എന്താ? എന്റെ മോതിരം കിട്ടി. ഏത് മോതിരം? എന്റെ കാണാതായി പോയ മോതിരം ഇല്ലേ, അത് കിട്ടീന്ന്. ഏത്? സന്ദീപ് എടുത്തോണ്ട് പോയി വിറ്റെന്ന് പറഞ്ഞ മോതിരോ? ആ അതെ അമ്മേ. ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? എന്റെ പ്രാർത്ഥന കൊണ്ട് ഈ മോതിരം എനിക്ക് തിരിച്ചു കിട്ടിയത്. ആ, ഈ മോതിരത്തിന്റെ പേരില ആതിര സന്ദീപിനെ സംശയിച്ച് ഇക്കണ്ട ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയതും ആ പാവത്തിനെ കള്ളനെന്ന് വിളിച്ചതും. അത് പിന്നെ അങ്ങനെ സംശയിച്ചതിലും എന്നെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ അറിയാതെ ഇതുപോലെ ഓരോ സ്വർണ്ണം എടുത്തോണ്ട് വിറ്റ ആളല്ലേ. അതുകൊണ്ട് എന്റെ മോതിരം കാണാതായപ്പോ ഞാൻ വിചാരിച്ചു സന്ദീപ് എടുത്തോണ്ട് പോയി വിറ്റെന്ന്. എന്നിട്ട് ഇതിപ്പോ എവിടുന്ന് കിട്ടി നിനക്ക്? അലമാരി തന്നെ ഉണ്ടായിരുന്നു. അലമാരിയിലോ? നീ എന്ന് പറഞ്ഞത് മേശപ്പുറത്ത് ഊരി വെച്ചെന്നല്ലേ? അത് ഞാൻ മറന്നുപോയതാ. അലമാരിന്ന് കഴുകാനുള്ളൊരു സാരി എടുത്തപ്പോ അതിനുള്ളില് കുരുങ്ങിയിരുന്നമ്മേ. ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെ ഉണ്ടായത്? സന്ദീപിന് നമ്മൾ എന്തെല്ലാം പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഒന്നുകൂടി നോക്കിയിട്ട് മതി സന്ദീപിനെ കുറ്റപ്പെടുത്തുന്നെന്ന്. അന്നേരം ആരും അത് കേട്ടില്ല. ആതിര പറഞ്ഞ വാക്കും കേട്ട് എല്ലാവരും കൂടി ആ പാവത്തിനെ കടിച്ചു കൊല്ലാൻ ചെന്നു. ഒരു തെറ്റും ചെയ്യാതെ കള്ളനെന്നൊക്കെ വിളിക്കുമ്പോ അത് കേൾക്കുന്നയാൾക്കുണ്ടാകുന്ന വേദന എത്രമാത്രം വലുതാണെന്ന് അനുഭവിച്ചാലേ അറിയൂ. അമ്മേ, നമ്മൾ ഇനി എന്ത് ചെയ്യും? എനിക്കിതിലൊന്നും പറയാനില്ല. സന്ദീപ് വരുമ്പോഴേ എന്താന്ന് വെച്ചാൽ നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. അമ്മേ, പോവണ്ടേ അവിടുന്ന് ഓരോ ഏടാവടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്. അനക്കെ, സന്ദീപ് വരുമ്പോ നീയെങ്കിലും ഒന്ന് എന്റെ കൂടെ നിക്കണേ. ഞാനില്ലേ? ഇതാരാ ഇത്? ശിശിരയോ? ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചു. വിളിക്കാതെ ഒരു രക്ഷയില്ല. അവന്തിക എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്തു പറ്റി ശിശിര? അവന്തികയ്ക്ക് പരിചയമുള്ള പാലിയേറ്റീവ് കെയർ സെന്റർ ഏതെങ്കിലും അറിയോ? ഉണ്ടല്ലോ, എന്താ കാര്യം? രാജീവേട്ടൻ ഈ വീട്ടിൽ ഇങ്ങനെ കിടന്ന ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവന്തിക അന്നിവിടെ വന്നപ്പോ ഒരു ബെറ്റർ ട്രീറ്റ്മെന്റിനുള്ള ഹെൽപ്പ് ചെയ്തു തരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ? രാജീവേട്ടനെ ഏതെങ്കിലും ഒരു പാലിയേറ്റീവ് കെയർ സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോന്നാ ഞാൻ ആലോചിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ നീ തീരുമാനത്തിലേക്ക് എത്തി അല്ലേ? ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങനൊരു സ്ഥലമാവുമ്പോ രോഗികളെ പരിചരിച്ച് ശീലമുള്ള നഴ്സുമാരൊക്കെ ഉണ്ടാവും. കൃത്യമായ ക്ലീനിങ്ങും ഡയറ്റും ഒക്കെ നടക്കും. അങ്ങനെ എത്രയും പെട്ടെന്ന് രാജീവേട്ടനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അതൊരു നല്ല ഓപ്ഷനാ. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. അവരുടെ സഭ നടത്തുന്ന ഒരു പാലിയേറ്റീവ് കെയർ സെന്ററുമായി എനിക്ക് വളരെ അടുപ്പമുണ്ട്. രാജീവിന് വേണ്ടി എനിക്കത് അറേഞ്ച് ചെയ്ത് തരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാ സംശയം. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഏതെങ്കിലും ഒരു ആംബുലൻസിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അവന്തിക്ക് ഒന്ന് റെഡിയാക്കി തന്നാ മതി. ബാക്കി ഞാൻ ഏറ്റു. എന്നാ പിന്നെ കാര്യങ്ങൾ ഈസിയാ. ശിശിര അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തോളൂ. എല്ലാം ശരിയായി കഴിഞ്ഞ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം. താങ്ക് യു അവന്തിക. ഫോൺ വെക്കല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അവന്തികെ? അവിടെ ഒരാളോട് എന്റെ പേര് പറയാൻ പാടില്ല. ഇല്ല, ഞാൻ എവിടെയും പറയില്ല. ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാ. അതിന്റെ ശരിയും തെറ്റും നല്ലവണ്ണം ആലോചിച്ചിട്ട് മാത്രം നീ ഒരു തീരുമാനത്തിലെത്തിയാ മതി. രാജീവിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന നല്ലത്.
അയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ കിട്ടിയ റിപ്പോർട്ട് വളരെ മോശാ. രാജീവിന് വേറൊരു ഭാര്യ ഉണ്ടെന്നാ കേട്ടെ. സത്യമാണോ അവന്തിക? എന്റെ ഈശ്വര, ഇയാളെന്നെ ചതിക്കുമായിരുന്നോ? അതെ, അത് മറച്ചു വെച്ചോണ്ടായിരിക്കും അവൻ ശിശിരെ വിവാഹം കഴിച്ചത്. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിന്നെ നേരി കാണുമ്പോ പറയാം. ശരിക്കും രാജീവേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അല്ല, രാജീവേട്ടന്റെ ഈ അവസ്ഥ അവരെയും കൂടി അറിയിക്കണ്ടേ? അല്ല, വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് രാജീവേട്ടൻ അങ്ങോട്ട് പോവാലോ. ഹലോ ശിശിര. അവന്തികെ, നീ വിഷമിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. തൽക്കാലം പാലിയേറ്റീവ് കെയറിന്റെ കാര്യം ഞാൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കാം. ശരി അവന്തികെ. അപ്പൊ രാജീവ് സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ? പിന്നെ ആവാതെ. അവളൊരു പൊട്ടിപ്പെണ്ണ, ഒരു ചീള് കേസ്. രാജീവിനെ എത്രയും വേഗം ഗോകുലിന്റെ വീട്ടിൽ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ അത് അപകടമാ. പൊട്ടി വീണതുപോലെ അതിനൊരു വഴിയും കിട്ടി. എന്തായാലും ആ വഴിയൊന്ന് പ്രയോഗിച്ചു നോക്കാം. മോളെ, മോളെ ഒന്ന് വേഗം വന്നേ. എന്താണ്? എന്തിനിങ്ങനെ വെപ്രാളപ്പെടുന്നേ? മോളെ, അവിടെ ആംബുലൻസും ഒക്കെ ആയിട്ട് കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു. രാജീവിനെ അവരെല്ലാരും കൂടി എങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുക. രാജീവിനെ കൊണ്ടുപോകാനോ? ആര്? ഏതോ പാലിയേറ്റീവ് കെയർ എന്നൊക്കെ അവർ പറയുന്നത് കേട്ടു. അവര് രാജീവിന്റെ മുറിയിലുണ്ട്. മോളെ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ രാജീവിനെ അവര് കൊണ്ടുപോകും. രാജീവിനെ ആരെ എങ്ങോട്ടാ കൊണ്ടുവന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മ വന്നേ. ചേട്ടാ പേടിക്കണ്ട. ബഹളം വെക്കാതെ രാജീവേട്ട. ഇവർ രാജീവേട്ടനെ കൊല്ലാനൊന്നും കൊണ്ടുപോകുന്നതല്ല. ഇതിനേക്കാൾ നല്ല കെയർ കിട്ടുന്ന സ്ഥലത്തേക്കാ കൊണ്ടുപോകുന്നത്. ഒന്ന് അടങ്ങ് സാറേ, ഞങ്ങൾ ഇതുപോലെ എത്ര പേരെ കൊണ്ടുവരിക്കുന്നു. ചേട്ടൻ ബഹളം വെക്കാതെ ഒന്ന് സഹായിക്കും രാജീവേട്ട. അവിടെ 24 മണിക്കൂറും നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. നോക്കാൻ ആളും ഉണ്ടാവില്ലേ? ഇടയ്ക്ക് ഞാൻ കാണാൻ വരികയും ചെയ്യാം. നിങ്ങൾ എന്തായി കാണിക്കുന്നേ?